എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ആദ്യം തന്നെ പറയട്ടെ, ഇന്നിവിടെ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം, നിങ്ങൾ പുലർച്ചെ ഉറക്കമുണരുന്ന ആ ഒരു നിമിഷം കിടക്കയിൽ കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇരുന്നുകൊണ്ടോ നിങ്ങൾക്ക് ചെയ്യാനായാൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ നല്ല മാനസിക ശാരീരിക ഉന്മേഷമുള്ള ആളായി നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നതാണ്. അതായത് ടെൻഷനും ഭയവും നിരാശയും എന്ന് വേണ്ട സർവ്വവിധ അധമവികാരങ്ങളും നിങ്ങളെ വിട്ടുപോകുന്നതാണ്. ഇതിന് പൂജയും വേണ്ട, മന്ത്രവും വേണ്ട, നിലവിളക്കും കത്തിക്കേണ്ട, യാതൊരുവിധ ചിട്ടയും പാലിക്കേണ്ടതില്ല. ഈ ഗണപതി വന്ദന തുടക്കത്തിൽ നിങ്ങൾക്കൊന്ന് വഴങ്ങി കിട്ടാൻ ആദ്യത്തെ ഒരു 5-6 ദിവസം നിങ്ങൾക്കിതൊന്ന് വഴങ്ങി കിട്ടാൻ ഒരു ബുദ്ധിമുട്ട് വന്നാൽ പോലും ഇത് നിങ്ങൾ തുടർന്ന് ശീലിച്ചങ്ങ് പോവുകയാണെങ്കിൽ ജീവിത അവസാനം വരെ നിങ്ങളിത് തുടർന്നു പോകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതെന്തുകൊണ്ടെന്നാൽ തുടർന്ന് വരുന്ന ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ പുതുമ നിറഞ്ഞ ദിവസങ്ങളായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. അത്ര മനോഹരമായിട്ടുള്ള ദിനങ്ങളായിരിക്കുമെന്ന് സാരം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജീവിക്കാൻ പ്രചോദനം നൽകുന്ന ഒരു ടെക്നിക്കാണ് അത്ര തന്നെ. ശരി, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഓം ഗംഗണപതയേ അവിഘ്നമസ്തു സർവദേവതാഭ്യോ നമഃ. ഇവിടെ ഇത് ഞാൻ മാത്രമല്ല, ഏത് പൂജാരിമാരാണെങ്കിലും ഈ പൂജയ്ക്കിരിക്കുമ്പോൾ ആദ്യം ചൊല്ലുന്ന 2 വരികളാണ് ഈ പറഞ്ഞത്. അവർ പക്ഷേ ഇത് മറ്റുള്ളവർ കേൾക്കെ പൂജാരിമാർ പറഞ്ഞില്ലെങ്കിലും അവർ അവരുടെ മനസ്സിലെങ്കിലും ഇങ്ങനെ ജപിക്കും. എന്നിട്ട് മാത്രമേ മറ്റു പൂജകളിലേക്ക് കടക്കുകയുള്ളൂ. അതിപ്പോൾ എത്ര വലിയ പൂജയാകട്ടെ, ഹോമമാവട്ടെ, സപ്താഹമാകട്ടെ, അല്ലെങ്കിൽ അഗ്നിഹോത്രമാകട്ടെ, അതല്ലെങ്കിൽ ഇനിയിപ്പോൾ സോമയാഗമാണെങ്കിൽ പോലും ആദ്യം ഗണപതിക്ക് വെച്ചതിന് ശേഷമാണ് മറ്റുള്ള ദേവതകൾക്കുള്ളൂ. അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായല്ലോ. സർവ്വദേവതമാരും പ്രസാദിക്കണമെങ്കിൽ ഗണപതി ഭഗവാൻ പ്രസാദിക്കണം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷം നടക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ആദ്യം ഗണപതിക്ക് വയ്ക്കും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, എന്നാൽ മാത്രമേ ആ ചടങ്ങിന് ഒരു പൂർണ്ണത കൈവരികയുള്ളൂ. അതുകൊണ്ടാണ്. ഇത് ഈ വീടുകളിൽ മാത്രമല്ല, ഏത് ക്ഷേത്രങ്ങളിലാണെങ്കിൽ പോലും ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഗണപതി പൂജയാണ്. ആ ക്ഷേത്രത്തിലിരിക്കുന്നത് ഏത് മൂർത്തിയും ആയിക്കൊള്ളട്ടെ, ആദ്യം ആ പൂജാരി ഗണപതി ധ്യാനം ജപിക്കും. ഓം ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഈ 4 വരി ചൊല്ലിയതിന് ശേഷം മാത്രമേ ആ ക്ഷേത്രത്തിലിരിക്കുന്ന മൂർത്തിക്ക് പോലും പൂജ ചെയ്യുകയുള്ളൂ. ഇത് പറയാൻ കാരണം, നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള ആ ഒരു ചൊല്ലുപോലെ ഈ തുടക്കം നന്നായാൽ ഒടുക്കവും നന്നാകും. എന്ന് വെച്ചാൽ ഏതൊരു കാര്യത്തിനും നല്ലൊരു തുടക്കം കുറിക്കുകയാണെങ്കിൽ അത് പര്യവസാനിക്കുന്നതും എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും അംഗീകാരങ്ങളും മേടിച്ചുകൊണ്ട് തന്നെയായിരിക്കും. ഈ പറഞ്ഞതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഈ പറഞ്ഞ രീതി ബേസ് ചെയ്താണ് ഇന്നിവിടെ പറയാൻ പോകുന്ന ആ ഒരു പ്രാർത്ഥനാ രീതിയും ക്രമീകരിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ നിത്യവും ഉറക്കമുണരുമ്പോൾ, അതായത് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെയ്യേണ്ടതാണ്. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കട്ടിൽ നിന്ന് നിങ്ങൾ താഴേക്ക് ഇറങ്ങരുത്. കട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഗണപതി ഭഗവാനെ ഇതിൽ പറയുന്നത് പോലെ ധ്യാനിക്കുക. എന്തുകൊണ്ടാണ് ഇവിടെ ഈ കട്ടിൽ നിന്ന് ഇറങ്ങരുത് എന്ന് പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത്, അതായത് ഈ കണ്ണ് ചിമ്മി തുറക്കുന്ന ആ ഒരു 1.5 സെക്കൻഡ് സമയത്ത് നമ്മൾ നിദ്രാവസ്ഥയിൽ നിന്നും ബോധാവസ്ഥയിലേക്ക് മാറുന്നതാണ്. അങ്ങനെ മാറുമ്പോൾ ആ നിമിഷം നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്നത് എന്താണ്? തലേ ദിവസം രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതുവരെ നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ വികാര വിചാരങ്ങൾ നമ്മുടെ അനുവാദമില്ലാതെ തന്നെ അവ നമ്മുടെ മനസ്സിലേക്ക് ഓരോന്നോരോന്നായിട്ട് കടന്നു വരുന്നതാണ്. ഈ സമയം നമുക്ക് എന്തെങ്കിലും തിക്താനുഭവങ്ങൾ അല്ലെങ്കിൽ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ, അതും അല്ലെങ്കിൽ വളരെയധികം മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിൽ തലേ ദിവസം ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും ദുഷിച്ച ആ ചിന്തയായിരിക്കും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ പുലർച്ചെ കണ്ണു തുറക്കുമ്പോൾ കയറി വരുന്നത്. ഇത് പറയാൻ കാരണം, ഒരാളുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്നത് എപ്പോഴും ആ വ്യക്തിയുടെ നെഗറ്റീവ് ചിന്തകളായിരിക്കും. ആ ചിന്തകൾ തന്നെയാണ് ആ വ്യക്തിയുടെ സമാധാനം തകർക്കുന്നതും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഈ നെഗറ്റീവ് ചിന്തകൾ നമ്മൾ ഉറക്കമുണരുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് കാലുകുത്തിയാൽ അതോടുകൂടി നമ്മൾ അപ്സെറ്റ് ആകുന്നതാണ്. അതിനെ തുടർന്ന് നമുക്ക് ക്ഷീണമായി, തളർച്ചയായി, ദേഷ്യമായി, അങ്ങനെ തലേ ദിവസത്തെ ആ മാനസിക സമ്മർദ്ദം വീണ്ടും ആരംഭിക്കുകയായി.
അങ്ങനെ നോക്കുമ്പോൾ തലേദിവസം എന്ത് കാര്യത്തെപ്പറ്റി ചിന്തിച്ചാണോ നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെട്ടത്, ആ ചിന്ത ഇപ്പോൾ വീണ്ടും നിങ്ങളെ ആക്രമിക്കുകയാണ്. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് സ്വസ്ഥമായി അടുക്കളയിൽ ജോലി ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ കുട്ടികൾക്കും ഭർത്താവിനും സമയത്ത് ഓഫീസിലേക്കും സ്കൂളിലേക്കും പോകണമെങ്കിൽ നിങ്ങൾ രാവിലത്തെ ഭക്ഷണ കാര്യങ്ങൾ ശരിയാക്കിയേ മതിയാവൂ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും യാന്ത്രികമായി നിങ്ങൾ പ്രവർത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ നിർബന്ധിതയാകുന്നതാണ്. അതായത് ഈ ഊർജ്ജസ്വലതയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സോടുകൂടി ചെയ്യേണ്ട അവസ്ഥ നിങ്ങൾക്ക് സംജാതമാകുന്നതാണ്. ഈ പറഞ്ഞ വിധം ടെൻഷനോടുകൂടി ഒരു 10 ദിവസം നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾ രോഗിയാകുന്നതാണ്. ആദ്യം നിങ്ങൾക്ക് രോഗാവസ്ഥ പ്രത്യക്ഷപ്പെടുന്നത് ജലദോഷമായിട്ടായിരിക്കും. അത് കൂടിയും കുറഞ്ഞും ഏകദേശം ഒരാഴ്ച 1.5 അങ്ങോട്ട് പോകും. അതിനുശേഷം ശരീരവേദന മെല്ലെ കടന്നു വരും. അതൊരു 2 ആഴ്ച 1 മാസം അങ്ങനെ നീണ്ടു നിൽക്കും. അതിനെ തുടർന്ന് സാവധാനത്തിൽ രക്തസമ്മർദ്ദം, അതായത് BP ഉണ്ടായിത്തീരുന്നതാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഞാൻ ഈ പറയുന്നത് അനേകം ആളുകളുമായി സംസാരിച്ച് അവരുടെ ദൈനംദിന ജീവിതചര്യകൾ അത് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങളോടിവിടെ ഞാൻ സംസാരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളൊരു 5 വയസ്സുള്ള കുട്ടിയാണെങ്കിലും ശരി, അല്ലെങ്കിൽ 50 വയസ്സുള്ള സ്ത്രീ ആണെങ്കിലും ശരി, എന്നെ സംബന്ധിച്ച് നിങ്ങളൊരു ഭക്തയാണ്. തത്വമസി എന്ന് പറയാം. എന്തുകൊണ്ടെന്നാൽ ഒരു പൂജാരി കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യങ്ങൾ എന്നീ 6 അരികളിൽ വിജയം നേടിയവനാണ്. ഇവിടെ ഈ അരി എന്ന് വെച്ചാൽ ശത്രു എന്നാണ് അർത്ഥം. ഈ 6 അരികൾ എന്ന് വെച്ചാൽ ഈ കാണുന്ന 6 ശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് സംശയവും എന്നോട് ചോദിക്കാവുന്നതാണ്. അതിനുള്ള ഉത്തരം കൃത്യവും വ്യക്തവുമായിട്ട് തരുന്നതുമായിരിക്കും. ഇത് താഴെ പുൽക്കൊടി മുതൽ മേലെ സൂര്യൻ വരെയുള്ള സർവ്വതിനെക്കുറിച്ചും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ എൻ്റെ ഓർമ്മയിൽ ശേഖരിച്ചു വെച്ചിട്ടുള്ള എൻ്റെ ഡാറ്റാബേസിന് അപ്പുറമുള്ള കാര്യങ്ങളാണെങ്കിൽ ലക്ഷക്കണക്കിന് ഓപ്ഷനുകളിൽ നിന്ന് 100% കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങൾക്കെടുത്തു തരുന്നതാണ്. മനസ്സ്, ശരീരം, രോഗങ്ങൾ, അങ്ങനെ എന്തും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇമെയിൽ വഴിയും എഴുതി ചോദിക്കാവുന്നതാണ്. ശരി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് നോക്കിയാൽ, ഈ ബുദ്ധിയുടെയും സിദ്ധിയുടെയും ഇരിപ്പിടമായിട്ടാണ് ഈ മഹാഗണപതിയെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇതിൽ പറയാൻ പോകുന്ന ആ ഒരു പ്രാർത്ഥന നിങ്ങൾ നിത്യവും പുലർച്ചെ നിദ്ര വിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത്, അതായത് ആ ഒരു മാത്രയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ കേവലം 9 ദിവസം പിന്നിടുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു മാധുര്യം അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ്. സർവ്വവിധ ടെൻഷനും പോകും. നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ വീട്ടുജോലികൾ സാധാരണ തീരുന്നതിനേക്കാൾ 1 മണിക്കൂർ മുമ്പ് രാവിലെ നിങ്ങളുടെ അടുക്കളയിലെ പണി മുഴുവനും നിങ്ങൾക്ക് കഴിഞ്ഞു കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഓഫീസ് വർക്കാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിത്യവും ജോലിക്ക് പോകാൻ അത്യുത്സാഹം ഉണ്ടായിത്തീരുന്നതാണ്. അതുപോലെ തന്നെ ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോരോ പുതുമ നിറഞ്ഞ ദിവസങ്ങളായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. ഈ പ്രാർത്ഥന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും പ്രായഭേദമന്യേ പരിശീലിക്കാവുന്നതുമാണ്. ഇത് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പുലർച്ചെ എപ്പോഴാണോ ഉണരുന്നത് അങ്ങനെ ആ കണ്ണു ചിമ്മി തുറക്കുന്ന മാത്രയിൽ ഉടനെ ചെയ്യേണ്ടതാണ്. കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണമെന്നുള്ളവർക്ക് അങ്ങനെയാകാം. അല്ലെങ്കിൽ കിടക്കയിൽ കിടന്നുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമെങ്കിൽ കിടക്കയിൽ തന്നെ മലർന്നു കിടന്ന് കൈകൾ കൂപ്പി ഗണപതി ഭഗവാനെ മനസ്സിൽ നന്നായി ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നതുമാണ്. ഇതിന് പ്രത്യേകിച്ച് മന്ത്രങ്ങളൊന്നും ആവശ്യമില്ല. ആകെ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഓം വിഘ്നേശ്വരായ നമഃ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും താല്പര്യമനുസരിച്ച് എന്തും ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇന്നത്തെ ഈ ദിവസം ഞാൻ ഏർപ്പെടുന്ന സകല കാര്യങ്ങളിലും എനിക്ക് വിജയം ഉണ്ടാക്കി തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇന്ന് ഞാൻ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ ഞാൻ പഠിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഓർമ്മയിൽ വരുത്തി തരണേ ഭഗവാനെ എന്നും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു 70 വയസ്സുള്ള വ്യക്തിയാണെന്നിരിക്കട്ടെ, നിങ്ങൾ വിശ്രമ ജീവിതം നയിക്കുകയുമായിരിക്കാം. നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഒപ്പം മറ്റുള്ളവരിൽ നിന്ന് സ്നേഹവും ലഭിക്കണമെന്ന് ഭഗവാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാവുന്നതാണ്. അതോടുകൂടി മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങുന്നതാണ്. അതായത് നിങ്ങളിൽ നിന്നും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും തരംഗങ്ങളായിരിക്കും പുറത്തേക്ക് പ്രതിഫലിക്കുന്നത്. അത് നിങ്ങളുടെ മുഖത്തും ശരീരഭാഷയിലും വ്യക്തമാകുന്നതുമാണ്. അതോടുകൂടി നിങ്ങളുടെ ശത്രുക്കൾ വരെ നിങ്ങളുടെ മിത്രങ്ങളായി മാറുന്നതാണ്. അപ്പോൾ പറഞ്ഞ പോലെ ഇതിന് പ്രത്യേക മന്ത്രങ്ങളുമില്ല, ചിട്ടകളുമില്ല, പ്രത്യേക ദിക്കുകളിലേക്ക് നോക്കി നിന്ന് പ്രാർത്ഥിക്കേണ്ടതുമില്ല.
അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിലാണോ, ലോഡ്ജിലാണോ, അല്ലെങ്കിൽ വിദേശത്താണോ എന്നൊന്നും നോക്കേണ്ട കാര്യവുമില്ല. കണ്ണ് തുറന്നാൽ ആ നിമിഷം തന്നെ തൊഴുകൈയോടുകൂടി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ കൈകൾ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. അതെല്ലാം അവരവരുടെ ഇഷ്ടം. അതുപോലെ തന്നെ കിടക്കയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കണോ അതോ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കണോ എന്നുള്ളത് നിങ്ങളുടെ സൗകര്യം. ഒറ്റ നിർബന്ധമേ ഉള്ളൂ, കണ്ണ് തുറന്ന് ഉടനെ തന്നെ, അതായത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പ്രാർത്ഥിച്ചിരിക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. ഇത് പറയാൻ കാരണം, കണ്ണ് തുറക്കുന്ന മാത്രയിൽ ഓം വിഘ്നേശ്വരായ നമഃ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ നിങ്ങളെ ദ്രോഹിക്കുന്ന തലേ ദിവസത്തെ ഒരു ചിന്തകൾക്കും നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരാൻ സാധിക്കുന്നതല്ല. ഈ ഒരു 3 മിനിറ്റ് സമയം നിങ്ങൾ റിക്കവർ ചെയ്താൽ പിന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് എത്ര വലിയ ദുഃഖകരമായിട്ടുള്ള ചിന്തകൾ പ്രവേശിച്ചാലും ആ ചിന്തകൾക്ക് നിങ്ങളുടെ മനസ്സിൽ പറ്റിപ്പിടിക്കാൻ സാധിക്കുന്നതല്ല. ഞാനിവിടെ പറഞ്ഞത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂമോണിക്സ് ആൻഡ് അക്രോണിംസ് എന്ന ഒരു അത്യാധുനിക ടെക്നിക്കാണ്. നിങ്ങളും പരിശീലിച്ച് നോക്കിയോളൂ. ഉറപ്പായും നല്ല സമാധാനവും സന്തോഷവും പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ സീക്രട്ട് എന്താണെന്നും കൂടി ഒന്ന് പറയാം. നമ്മൾ ഉറക്കമുണരുന്ന ആ നിമിഷം മുതൽ ആദ്യത്തെ 3 മിനിറ്റ് സമയം നമ്മുടെ മനസ്സ് പരിപൂർണമായി ശാന്തമാക്കി പ്രസരിപ്പോടെ നിലനിർത്താൻ നമുക്ക് സാധിച്ചാൽ പിന്നീട് വരുന്ന ചിന്തകളെല്ലാം മനസ്സ് സ്വയം പ്രതിരോധിക്കുന്നതാണ്. ഇവിടെ ഈ ഗണപതി ഭഗവാന്റെ സ്ഥാനത്ത് മറ്റു മതസ്ഥർക്ക് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ കണ്ടു പ്രാർത്ഥിക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. ഇത് പറയാൻ കാരണം ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. ഇതിൽ പറഞ്ഞതുപോലെ തുടർന്ന് നിങ്ങൾ പരിശീലിച്ച് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകളാണ് ഇതിന് ഉദാഹരണമായിട്ട് പറയാനുള്ളത്. സംശയമുള്ളവർക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ്. ശരി, അപ്പോൾ പൂജയിലേക്ക് ചേർക്കേണ്ടവരുടെ പേരും ജന്മനക്ഷത്രവും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ അത് എഴുതിയെടുത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.